കാലഘട്ടത്തിന്റെ മാറ്റമാണല്ലോ. നമ്മൾ എവിടെ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്യുന്നു. നമ്മൾ അതെ നമ്മൾ നാടകത്തിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ മിമിക്കിൽ നിന്നായിരുന്നു. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. ഹാഷിർ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഹാഷിർ അല്ല, ഹാഷിറേ എന്നുള്ള വരുന്നുണ്ട് നമ്മുടെ ഇന്നസെന്റിന്റെ. അതെ അതെ, ഒരു പാവം, ഒരു നിഷ്കു ആയിട്ടുള്ള ഒരു നെപ്പോ. അവരോട് പറഞ്ഞത്, നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇനി വല്ല കൊതുകും വന്ന് കാലിന് താഴത്തേക്ക് അടിക്കാൻ പോയ സമയത്തേക്ക് ഞാൻ വന്നു പോകും. നോക്കി നിൽക്കണത് എവിടെയാന്ന് പോലും എനിക്കറിയാം. ജുനൈസ് സെറ്റപ്പ് സിനിമയിൽ അഭിനയിച്ച പണി, ആ ഒറ്റ പണിയിൽ നമ്മള് ശരിക്കും പറഞ്ഞ ഒന്നൊന്നര പണിയായിരുന്നു. ജുനൈസിന്റെ ഒരു വില്ലൻ സൈഡാണോ അതൊരു പൂക്കി സൈഡാണോ നമ്മള്? 100% പൂക്കിയാണ്. ചരിത്രവും നമ്മുടെ ചരിത്രബോധവും നമ്മുടെ സംസ്കാരവും സംഘപരിവാർ എന്ന് പറയുന്ന ആശയങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോടോ ഒന്നും യോജിച്ചു പോകുന്നതോ അങ്ങനെ താല്പര്യപ്പെടുന്ന കൂട്ടരേ അല്ല. സിനിമക്കകത്ത് ചെയ്യുമ്പോൾ വലിയ വാർത്തയായിട്ട് അത് കട്ട് ചെയ്യാൻ പറഞ്ഞു, ഇത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കട്ടും മ്യൂട്ടും നടക്കുന്ന സൊസൈറ്റിക്കകത്ത് അതിന്റെ റിഫ്ലക്ഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. പാട്ടിലുണ്ടാവും, എഴുത്തിലുണ്ടാവും. ഇവിടെ ആ പരിപ്പ് വേവൂല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പരിധി വരെയുള്ള വിശ്വാസം. പരംസുന്ദരിയോ കേരള സ്റ്റോറിയോ അങ്ങനെ എന്ത് സിനിമ ഉണ്ട്. ഇപ്പോൾ ഒരു താജ്മഹലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ ഞാൻ എൻ്റെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിയാണ് വരിക. ഇപ്പോൾ എ ആർ റഹ്മാൻ ഒരു പരാമർശം നടത്തിയിട്ട് അദ്ദേഹത്തിന് തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഇടേണ്ടി വരികയാണ്. ഞാൻ എത്രത്തോളം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി. സെൻസർ ബോർഡിനകത്ത് പോയിട്ട് നിങ്ങളിന്ന് വേണ്ട, ഞാൻ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നില്ല, ഞങ്ങളിത് കവലയിൽ സ്ക്രീൻ കെട്ടി പ്രൊജക്ടറിൽ കാണിച്ചോളാം എന്ന് വേണമെങ്കിൽ ഒരു സിനിമാക്കാരന് പറയാം. പക്ഷെ ആ പറയലോട് കൂടിയിട്ട് അയാൾ അവിടെ അസ്തമിച്ചു, അയാളുടെ സിനിമാക്കാരൻ അസ്തമിച്ചു എന്നുള്ളത്. പൗരത്വത്തിൽ തന്നെ സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് സിനിമയിൽ സെൻസറിങ് നടക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതങ്ങളല്ല. ഏഷ്യയിലെ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ മാഡിസൺ ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിയിരിക്കുന്നത് സംവിധായകൻ ആമിർ പള്ളിക്കലാണ്. നമസ്കാരം സർ. നമസ്കാരം. ഒരുപാട് സന്തോഷം സാറിന് ഈ ഒരു സെഷനിൽ കിട്ടിയതിന്. കാരണം സാറിന്റെ പുതിയ സിനിമ പ്രേംപാറ്റ വരാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഷൂട്ട് തുടങ്ങാറായി അല്ലേ? അതെ, ഏപ്രിലിൽ തുടങ്ങും. അപ്പൊ ഇതിന് മുൻപ് ആയിഷ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, മഞ്ജു വാര്യരായിരുന്നു നായിക. പിന്നെ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, ഇപ്പൊ പ്രേംപാറ്റ. ആയിഷയിൽ നിന്നും എക്സ്ട്രാ ഡീസനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം പ്രേംപാറ്റയിൽ വരുമ്പോൾ സംഭവിക്കുന്നത്, അതിൽ കൂടുതൽ സോഷ്യൽ മീഡിയ സ്റ്റാർസ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമയിൽ സോഷ്യൽ മീഡിയ സ്റ്റാർസിനെ മാത്രം വെച്ചൊരു സിനിമ വൻ സക്സസ് ആയിരുന്നു വാഴ. അത് വലിയ സക്സസ്. ഇപ്പോൾ വാഴ 2 ഇറങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആനന്ദ് ആണെങ്കിൽ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഫ്രഷ്നെസ് ആണ് ഈ പുതിയ സോഷ്യൽ മീഡിയ സ്റ്റാർസ് വരുന്ന. അവർ റീലിൽ നിന്ന് അവരെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്, അതിനെക്കുറിച്ച് പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ആമിറിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയ സ്റ്റാർസിനെ കൊണ്ടുവരുന്ന സമയത്ത്? സോഷ്യൽ മീഡിയ സ്റ്റാർസ് നമ്മൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുക. പണ്ടിങ്ങനെ നമ്മളിപ്പോൾ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിഷൻ വിളിക്കുക. പണ്ട് വെച്ചാൽ അതിനേക്കാളും മുമ്പ് നമ്മൾ നാടകങ്ങളിൽ നിന്നോ KPSCയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടക ട്രൂപ്പിൽ നിന്നോ അതല്ലെങ്കിൽ മിമിക്രി ആയിട്ട് അത് അവതരിപ്പിക്കുന്ന ആൾക്കാരൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം അതും പെർഫോമൻസ് കണ്ടിട്ടോ കേട്ടറിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും അന്നത്തെ സിനിമാക്കാർ ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ ഞാനൊരു സിനിമ ആലോചിക്കുമ്പോൾ തന്നെ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഒരു റീല് അയാൾ എന്തെങ്കിലും ഒന്നിനെ വിമർശിച്ചുകൊണ്ട് സെറ്ററായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുന്ന ചെറിയ ചെറിയ കൊച്ചു റീൽസിലൊക്കെ നമുക്ക് ഇപ്പം കൊള്ളാമല്ലോ എന്ന് നമുക്ക് സ്വാഭാവികതയിൽ തോന്നും. അത് ആൾക്കാരിപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസ് ആയിട്ട് ഭയങ്കര അറിയപ്പെടുന്ന ആളാവണം തന്നെ ഇല്ല. ഇപ്പോൾ പ്രേംപാറ്റയിൽ നമ്മളൊരു 2-3 മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് അങ്ങനെ നമുക്ക് എന്നുവെച്ചാൽ വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയാൻ പറ്റാത്ത ആൾക്കാർ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അവരെ ഇങ്ങനെ പിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു ഉപയോഗവും ഉപകാരം എന്ന് പറയുന്നത്, നമുക്ക് ഓഡിഷൻ നടത്തിയിട്ട് അവരുടെ പെർഫോമൻസ് കണ്ട് അതേ പെർഫോമൻസ് തന്നെ നമ്മൾ ഡിജിറ്റലി കാണുകയാണ്. നമ്മളൊരു സാധനം കൊടുത്ത് ഇന്നത് എന്ന് പറഞ്ഞ് അവർ ചെയ്തു തരേണ്ടത് അവരെ തന്നെ വാളിൽ അവർ ചെയ്തിട്ടപ്പോൾ ഈ ക്യാരക്ടറിലേക്ക് ഇവനെ വെച്ചാൽ കൊള്ളാം. ഇന്ന് കൂട്ടുകെട്ടിലേക്ക് ഇപ്പോൾ ജോമോൻ ജോദർ ആണെങ്കിലും ജുനൈസ് ആണെങ്കിലും പിന്നെ അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടും സോഷ്യൽ മീഡിയ ബിഗ് ബോസിലൊക്കെ പോയിട്ടുണ്ട് ജുനൈസ്. എന്നാൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആയിട്ട് അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലൊക്കെ ആയിട്ടാണ് അദ്ദേഹം ജുനൈസ് ഭയങ്കരമായിട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോമോനാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഏറ്റവും ഫണ്ണായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ അവരെ ചൂസ് ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്
അവരെ നിരന്തരം ആൾക്കാർക്ക് കണ്ടു പരിചയമുള്ള അവരെല്ലാവരും സിനിമയിലൂടെയൊന്നും അല്ലാതെ തന്നെ ഒരുപാട് കാലം മനുഷ്യന്മാർ ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യരെ തുടർച്ചയായി ചിരിപ്പിച്ചുകൊണ്ടേയിരുന്ന ആൾക്കാരാണ്. നമ്മൾ അത്രയും സമ്മർദ്ദത്തിൽ നമ്മുടെ എന്താ പറയുക, ആൾക്കാർ മൊത്തം കേരളമെന്നോ ലോകമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ മൊത്തത്തിൽ എല്ലാവരും ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോകുമ്പോഴും അവരവരുടെ മുറികളിൽ ഇരുന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഒരു പ്രത്യേകതരം ഇഷ്ടം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നമുക്കൊരു സിനിമക്കകത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് വാഴ എന്നുള്ള സിനിമയുടെ സ്വാഭാവികമായിട്ട്. അതിൻ്റെ കഥയും അതിൻ്റെ പരിസരവും അതിൻ്റെ മേക്കിംഗ് ഒക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ സിനിമകളിലൂടെ കാണുമ്പോൾ ഇന്ന ആൾ ആ സിനിമയിലുണ്ട് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സാധാരണ മമ്മൂക്കയുടെ സിനിമയാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സിനിമയാണ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ബിഗംസിൻ്റെ ഒക്കെ സിനിമകൾ പേര് പറയുന്ന അത് കഴിഞ്ഞിപ്പോൾ ദുൽഖറിൻ്റെ സിനിമ വരുന്നുണ്ട് നമുക്ക് കാണാം എന്നൊക്കെ ഇനീഷ്യലി നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുമല്ലോ. അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ, നിവിൻ പോളി, അങ്ങനെ ഈ പറഞ്ഞ ടൊവിനോ ഉൾപ്പെടെ, ആസിഫ് അലി ഉൾപ്പെടെ, ചാക്കോച്ചൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ വലിയ മുൻനിര സിനിമ താരങ്ങളുടെയും സിനിമകൾ കാണാൻ പോകുന്നത് പോലെ ഇന്ന് പിന്നെ അങ്ങനെ തന്നെ വലിയൊരു ഇടിച്ചു കയറ്റം ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇന്ന ആൾ സിനിമയിലുണ്ട് എന്ന് പോസ്റ്ററിൽ കാണുമ്പോൾ ഇയാൾ ഫണ്ണാണ്, ഇയാൾ സിനിമ നമുക്ക് കാണാൻ തോന്നിയേക്കാം, ഇവർ രണ്ടുപേരും ആ സിനിമയിലുണ്ട്, അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചിരിക്കാം. അതെ 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 അതെ. പക്ഷെ ജുനൈസ് ഇപ്പോൾ വന്നു, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പണി എന്നുള്ള സിനിമയിൽ ജുനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരൊന്നും അങ്ങനെ ചില്ലറക്കാരല്ല. ഇപ്പൊ നമ്മുടെ KPSCയിൽ നിന്ന് തന്നെ വന്നാലേ ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഒരു നാടക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാൽ, അല്ലെങ്കിൽ വലിയൊരു മിമിക്രി പാരമ്പര്യത്തോടു കൂടി വന്നാലേ ഉള്ളൂ. പിന്നെ കാലഘട്ടത്തിന്റെ മാറ്റമാണല്ലോ, നമ്മൾ എവിടെ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്യുന്നു. നമ്മൾ അതെ നമ്മൾ നാടകത്തിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ മിമിക്കിൽ നിന്നായിരുന്നു, അതല്ലെങ്കിൽ വലിയ അഭിനയ കളരിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ആൾക്കാർ. മറ്റൊരു തരം വേദിയാണ്. അത്രേ ഉള്ളൂ. മാത്രമല്ല വളരെ ജെന്യൂനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, വലിയ മ്യൂസിക്കുകളോ ബഹളങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ലാതെ ഒരു മൊബൈൽ എടുത്ത് ചെറിയ നിമിഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊടുത്ത്. ഇപ്പൊ ഹാഷിർ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഹാഷിർ അല്ല, ഹാഷിറേ എന്നുള്ളതാണ്, അതാണ് ശരിക്കും ഹാഷിർ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ വാഴ എന്നുള്ള സിനിമയിൽ ഹാഷിറായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ റൈഫിൾ ക്ലബ്ബിൽ വരുമ്പോൾ ഇൻഫ്ലുവൻസർ എന്നുള്ളതിനപ്പുറത്ത് ഹനുമാൻ കൈൻഡ് അവിടെ പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞ അവരുടെയൊക്കെ ഒരു സ്വാഗും അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ സിനിമയിലേക്ക് എടുക്കുകയാണ്. മറ്റൊരു സിനിമയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആ ഒരു പെർട്ടിക്കുലർ സിനിമക്ക് അത് പറ്റും. ഇപ്പോൾ വാഴ 2-ലും ആഷിർ വരും, അത് കഴിഞ്ഞിട്ട് ആഷിർ മറ്റൊരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നെപ്പോ കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ അവർ സിനിമയിൽ എത്താൻ എളുപ്പമാണ്, എത്താൻ ഈ ഇൻസ്റ്റാഗ്രാമും ഇൻഫ്ലുവൻസും അവരുടെ കഴിവൊക്കെ ഉണ്ടാവാം. പക്ഷെ നിലനിൽക്കുക എന്ന് പറയുന്നത് നെപ്പോ വരുന്നുണ്ട് നമ്മുടെ ഇന്നസെന്റിന്റെ. അതെ അതെ, ഒരു പാവം ഒരു നിഷ്കു ആയിട്ടുള്ള ഒരു നെപ്പോ. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. അല്ലാതെ ഇന്നസെന്റ് ഇങ്ങനെ ഒരു കൊച്ചുമോനുണ്ട് അവനെ നമുക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഞങ്ങളിങ്ങനെ, ഞാനും എൻ്റെ റൈറ്റർ രജീഷ് ചേട്ടനും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടതാണ്. ഇന്നസെന്റ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അതുപോലത്തെ ഒരാൾ. അത് ഇതാരാ നോക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഏതൊരു വാർത്തയുടെ ഭാഗമായിട്ട് എന്തോ വന്നാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലിപ്പ് വന്നാണ്, ഏതൊരു സിനിമയുടെ പ്രൊമോഷൻ അങ്ങനെ എന്തോ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റയിൽ നിന്നല്ലെങ്കിലും അത് പക്ഷേ ഫേസ്ബുക്കിൽ നിന്നാണ് ഞാൻ കണ്ടത് ആ വീഡിയോ. പക്ഷെ ഇന്നസെന്റിന്റെ മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ മഹാനടനായിട്ടുള്ള ഒരു മകനെ അല്ലെങ്കിൽ കൊച്ചുമകനെ നമ്മൾ സിനിമയിൽ എടുക്കുന്നത് പോലും സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അല്ലാതെ അത് ഇന്നസെന്റ് എന്ന് പറയുന്ന മനുഷ്യന്റെ ലെഗസി കൊണ്ടോ, ലെഗസി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കടമെടുക്കേണ്ടതോ അല്ലെങ്കിൽ എന്നാ പിന്നെ എടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സിനിമയിൽ ആരും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് സംസാരിച്ചപ്പോൾ, പിന്നീട് അയാളെ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ അയാൾ സംസാരിച്ചപ്പോൾ ഒക്കെ പ്രേംപാറ്റകളിൽ ഒരു പാറ്റയാവാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാളാണ്. ഈ ഓഡിഷൻ പ്രോസസ്സ് മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഒരുപാട് നടന്മാർ വീഡിയോ ചെയ്യാത്ത നടന്മാരുണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അവർക്ക് അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു. പക്ഷെ അതേസമയം നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കൂ എന്നൊരു കാര്യം കൂടെ അതിൽ വരുന്നുണ്ട്. ഇപ്പം നേരത്തെ KPSCയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ KPSC മിമിക്രി വേദികൾ, പിന്നെ നമ്മൾ സിനിമാല, ഇപ്പം ഹരീഷ് കണാരനൊക്കെ വന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു TV റിയാലിറ്റി ഷോസ്, അതെ കോമഡി സ്റ്റാർസ് എന്ന മഴവില്ലുണ്ട്. അങ്ങനെ അപ്പൊ ഇതിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ നമ്മൾ എടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആർട്ടിൽ കോംപ്രമൈസസ് വരുന്നുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുൻപൊക്കെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ നടനായിട്ട് ഒരു നടനെ പറ്റി എടുക്കുന്ന സമയത്ത് മുൻപ് ഒത്തിരി സിനിമകളിൽ അയാൾ അഭിനയിച്ച്, ഇപ്പോൾ ജിബിൻ ഗോപിനാഥിനെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. പുള്ളി 72 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ജിബിൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ചിലപ്പോൾ വാഴയിലൊരു ക്യാരക്ടർ ആളുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, പിന്നെ കളങ്കാവലിൽ, അതിന് മുൻപ് ഡേസേറ, ഇതിലൊക്കെയാണ് പുള്ളി ഒരു പരസ്യമേടയിൽ വന്നത്, ഭയങ്കര വൈറലായി.
അപ്പോൾ ഇതിന് മുൻപ് ആൾ ചെയ്ത ആ 70 സിനിമകളിലും പുള്ളിയെ ശരിക്കും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ഓഡിഷൻ ചെയ്തു, ആ ഓഡിഷനിൽ എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ ചെയ്യുന്ന റോള് ജസ്റ്റ് എനിക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ റോളാണ്. പക്ഷെ അത് ചെയ്ത് എൻ്റെ ഫേസ് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ പങ്കുവയ്ക്കുകയാണ്. എന്ത് സോ മൈ ഫേസ് ഓൺ ബിഗ് സ്ക്രീൻ. എൻ്റെ ഉടനെ ഞാൻ എൻ്റെ ബയോ മാറ്റിയിട്ട് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർ എന്നാക്കി മാറ്റുകയാണ്. അപ്പം ഒരു എക്സ്പീരിയൻസ് കുറവ് ഇതിൽ വരുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതിലേ ഈ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന വലിയ ആൾക്കാരാണ് സിനിമക്ക് പുറത്തുള്ളത്. അപ്പം അങ്ങനെ ആഗ്രഹിച്ചൊരു കാലത്ത് നടന്ന ആൾക്കാരായിരിക്കും ഇന്ന് സിനിമ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ 2015 മമ്മൂക്കയുടെ മാർത്താണ്ഡം പടം അച്ചാദൻ എന്നുള്ള സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അങ്ങനെ അഭിനയിച്ചു പറഞ്ഞാൽ വലിയ റോൾ ചെയ്ത് അഭിനയിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഇതേപോലെ ആഗ്രഹിച്ച് നടന്ന് പോയി. സന്ധ്യാമോഹൻ എന്നുള്ള ഒരു മലയാളത്തിലൊരു ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡിലൂടെ മാർത്താണ്ഡൻ സാർ വന്നിട്ട്, അപ്പോൾ അതിൽ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു പോലീസ് ഓഫീസറായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരെ 2 പേരുണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് മാത്രം ആദ്യം പറഞ്ഞു, എടാ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് അവരോട് പറഞ്ഞത്, നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇനി വല്ല കൊതുകും വന്ന് കാലിന് താഴത്തേക്ക് അടിക്കാൻ പോയ സമയത്തേക്ക് ഞാൻ വന്നു പോകും. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം അന്ന് സിനിമയുടെ ഫുൾ കഥയും നമ്മുടെ അടുത്ത് പറയില്ലല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങനെ മമ്മൂക്ക ടൗണിലൂടെ പോകുന്ന സൈക്കിൾ ഓടി പോകുന്ന ഒരു സീനിൽ നമ്മുടെ കിഷോർ, കന്നഡ നടൻ കിഷോർ സാറിനെ ഞാനിങ്ങനെ മമ്മൂക്കിനെ കാണിച്ചു കൊടുക്കാൻ, സാർ അതാണ് എന്ന്, അതൊരു ഡയലോഗ് ഉണ്ട് എനിക്ക് ചൂണ്ടിയിട്ട്, അതാണ് ഡയലോഗ്. അപ്പം ഞാൻ അത് പറയുന്നു, അത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത്. അപ്പം ഞാനിങ്ങനെ താടിയൊക്കെ വടിച്ച് മീശയൊക്കെ വെച്ച് മുടിയൊക്കെ പിന്നെ ഉണ്ടായിരുന്നു ഒന്ന്, ഇപ്പം ഇങ്ങനെ കൊഴിഞ്ഞു പോയതാ. അപ്പോൾ അവർ പോലീസുകാരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ പാവങ്ങൾ ഫസ്റ്റ് ഹാഫ് മൊത്തം കണ്ടില്ല, അങ്ങനെ സെക്കൻഡ് ഹാഫ് മൊത്തം മൊബൈൽ ഇങ്ങനെ ഓണാക്കിയിരുന്നു. നോക്കിയപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോൾ ഇവർ വലിയ പോസ്റ്റൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ആ സ്ക്രീൻ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒറ്റ ഫോട്ടോയുടെ സ്ക്രീൻ സ്പേസ് അതിലുള്ളൂ, അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കാണ്. ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് നാണമോ അല്ലെങ്കിൽ പ്രശ്നമോ ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ ബയോ മാറ്റിയതാ. ആക്ടർ അല്ല, വർക്കഡ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഒന്നുമായിട്ടില്ല. ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഒരു തരം ആഗ്രഹമാണ്. ആ ആഗ്രഹം ഉള്ളത് കൊണ്ടും ഞാൻ അങ്ങനെ ബയോയിൽ അങ്ങനെ മാറ്റിയത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊരു മാനിഫെസ്റ്റേഷൻ ആണെന്ന്. അങ്ങനല്ല, നമുക്ക് എവിടെയോ എത്തേണ്ടതുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ ചിലപ്പോൾ നമ്മൾ ഈ വരുത്തുന്ന നമ്മളെ കാട്ടിക്കൂട്ടലുകൾക്ക് ചിലപ്പോൾ സാധ്യമായേക്കാം. അതിൽ നിന്നൊരു 10 ആൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളോ 2 ആളോ ആയിരിക്കും സിനിമക്ക് അകത്ത് വന്ന് അതിൽ തന്നെ നിന്ന് പോകുന്നത്. ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ അയാൾ നിന്ന് പോകണമെന്ന് പോലും ഇല്ല. ഞാൻ പറഞ്ഞത് കൺസിസ്റ്റൻസി ഒന്നും ആ കാര്യത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ മനുഷ്യരുടെ അങ്ങനെ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കാൻ ഇന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. പിന്നെ അതിന് എനിക്കൊന്ന് അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഒരു മോശം കാര്യമായിട്ട് ഞാൻ അതിനെയും കാണുന്നില്ല. കാരണം എനിക്കത് ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെ വേറൊരർത്ഥത്തിൽ എൻ്റെ ആഗ്രഹമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാർസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഇടയിൽ ചോദിക്കണം എനിക്ക്. സാഫ്, നമ്മൾ ഓൾറെഡി സാഫ് വളരെ വേഴ്സറ്റൈലാണ്. പുള്ളി പല സിനിമകളിൽ പല ഇമോഷൻസ് കൈകാര്യം ചെയ്തു. ആൾ ശരിക്കും നല്ലൊരു ആക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുള്ളിയാണ് സാഫ് ബോയ്. ജുനൈസിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ ജുനൈസ് ഒറ്റ സിനിമയിൽ അഭിനയിച്ച പണി, ആ ഒറ്റ പണിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു 1.5 പണിയായിരുന്നു. ജുനൈസിൻ്റെ ഒരു കൊടൂര വില്ലൻ വേഷം. അപ്പോൾ പ്രേംപാറ്റയിലേക്ക് വരുമ്പോൾ ജുനൈസിന്റെ ഒരു വില്ലൻ സൈഡാണോ അതൊരു പൂക്കി സൈഡാണോ? നമ്മൾ 100% പൂക്കിയാണ്. കാരണം എന്താ വെച്ചാൽ ജുനൈസിന്റെ ഒരു കംഫർട്ട്, ഞാൻ ജുനൈസിന്റെ അടുത്ത് പറഞ്ഞത് അതാണ്. ജുനൈസിന്റെ കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ. ജുനൈസിനെ അറിയുന്ന ഒരാൾക്ക് അറിയാം ജുനൈസ് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞ എന്താണോ ജുനൈസ് അതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ഭയങ്കര ഈ പറഞ്ഞ മസിൽ പിടുത്തോ പ്രശ്നക്കാരനായിട്ടുള്ള ഒന്നും ഒരാളല്ല. ഇപ്പൊ ജോമോൻ ജോർജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ കൂടെ തന്നെയുള്ള അയാളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, അയാളെ നിയന്ത്രിക്കുന്ന, അയാളെ ചീത്ത പറയുന്ന വലിയൊരു സുഹൃത്താണ്. ജോമോൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ വലിയൊരു സുഹൃത്തായിട്ടാണ് പിന്നെ ജുനൈസ് ഉള്ളത്. ഇപ്പൊ സാഫിൻ്റെതാണെങ്കിലും സാഫ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ജുനൈസിനെ കംഫർട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സാഫിനെ കംഫർട്ടിൽ നിന്നും പുറത്ത് കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് സാഫിന് ഇപ്പൊ നമ്മൾ ഈ സിനിമയിൽ സിനിമയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് അവരെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഇതിനോടകം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവിടെ നമ്മുടെ കയ്യടി നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ജുനൈസിന്റെ പക്ഷെ എനിക്ക് വലിയ ആഗ്രഹം, ജുനൈസിന് എനിക്ക് മുമ്പേ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ജുനൈസിന് നമ്മൾ കാണുന്ന ഒരു ജുനൈസ് ഉണ്ടല്ലോ, ആ ജുനൈസിന് അങ്ങനെ തന്നെ പറിച്ച് നമ്മൾ സിനിമക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ കാണിക്കണം എന്നാണ് ഇവർ രണ്ടുപേരും കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്,
നമ്മൾ പൊതുവെ ബോളിവുഡ് സിനിമകളിൽ പിന്നെ അതുപോലെ ഇപ്പം മലയാളത്തിലൊഴികെ മറ്റ് സിനിമ ഇൻഡസ്ട്രികളിൽ ഇപ്പോൾ തെലുങ്കിനാണെങ്കിലും തമിഴിലാണെങ്കിലും കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ പടങ്ങളിൽ കേട്ടോ വളരെ ഇത്തിരി ഫെയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ഇപ്പോൾ ഒരു വേലക്കാരിയുടെ വേഷത്തിലും മറ്റും കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുമല്ലോ ചില ആൾക്കാർക്ക് നിറം കുറവായിരിക്കും അത്തരത്തിലുള്ള റോളുകളിൽ കാണിക്കുന്ന സമയത്ത് അവരെ എസ്തെറ്റിക്കലി പ്ലേസ് ചെയ്യാന്നുള്ളൊരു ഭയങ്കര ഉത്തരവാദിത്തം പുറത്തെ സിനിമകളിലെ ആളുകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവരുടെ ഡ്രസ്സ് അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഒരു വേലക്കാരിയുടെ വേഷമാണെങ്കിൽ പോലും അവർ ഉടുത്തേക്കുന്നത് ചിലപ്പോൾ നല്ല പട്ടുസാരിയും പരിപാടിയൊക്കെ ആയിരിക്കും, തലയിൽ മുല്ലപ്പൂക്കാണ്. പക്ഷേ മലയാളത്തിൽ അങ്ങനത്തെ വലിയ സമ്മർദ്ദങ്ങൾ പൊതുവെ ഉണ്ടാവാറില്ല. നമ്മൾ എല്ലാവരും വളരെ റോ ആയിട്ടാണ് കാണിക്കുക. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫെയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ കരിയൊക്കെ തേച്ച് പയ്യെ കറപ്പിച്ചെടുക്കും ആ റോളിന് വേണ്ടിയിട്ട്. അപ്പം മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മെയിൻ സ്ട്രീം നായിക, ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിഷയിൽ മഞ്ജു വാര്യർ ചെയ്യുന്ന നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്ന സമയത്ത് ഒരു വേലക്കാരിയുടെ വേഷത്തിലാണ് അവിടെ പ്രവാസം അവരുടെ കാണിക്കുന്നത്. അപ്പോൾ ആമിറിന് ഒരു യുവ സംവിധായകൻ അല്ലെങ്കിൽ പുതിയ ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള നിലയിൽ ആ ഒരു നടിയെ എസ്തെറ്റിക്കലി പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതിൽ ഇപ്പോൾ നമ്മൾ മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ളൊരു പേരാണല്ലോ മലയാളത്തിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വേലക്കാരിയുടെ ക്യാരക്ടർ ചെയ്യുന്നുള്ളതിനപ്പുറത്ത് നിലമ്പൂർ ആയിഷയാണത്. അപ്പോൾ ഈ നിലമ്പൂർ ആയിഷയെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിലമ്പൂർ ആയിഷയിലേക്ക് മഞ്ജു വാര്യർ എങ്ങനെ മാറുന്നു എന്നുള്ളത് 100% നിലമ്പൂർ ആയിഷയുടെ മുഖഭാവങ്ങളിലേക്കും ചേഷ്ടകളിലേക്കും കോസ്റ്റ്യൂമിലേക്കും മാറിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അപ്പോൾ മഞ്ജുചേച്ചി അതിൽ ഫസ്റ്റ് ഡേ മേക്കപ്പ് ഇട്ട് വന്നപ്പോൾ ഞാൻ മഞ്ജുചേച്ചി ഇത്ര മേക്കപ്പ് ഇത്ര നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആണോ അമീർ, അധികം ഉണ്ടോ? ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി പോയി. തിരിച്ച് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ചേച്ചി ഇത്ര വേണ്ട. ചേച്ചി കുറേ വാരി ഇങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഓൾമോസ്റ്റ് സീറോയിലാണ്. ജസ്റ്റ് ഒരു ആർട്ടിസ്റ്റിനെ അവരുടെ ക്യാമറയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ലൈറ്റിങ്ങും ഒക്കെ വരുമ്പോൾ സംഭവിക്കേണ്ടതിനപ്പുറത്തേക്ക് ആ സിനിമയിൽ വലിയ മേക്കപ്പുകളിലേക്കൊന്നും ചേച്ചി പോയിട്ടില്ല. പിന്നെ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വിപ്ലവ നായിക തന്നെയാണ്. ആ വിപ്ലവം റവല്യൂഷനൊക്കെ നമ്മൾ പറയുമ്പോഴും കാണാനും ആ കാലഘട്ടത്തിൽ ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ്. നമ്മുടെ സോക്കോൾഡ് സൗന്ദര്യത്തിനകത്തു നിന്നുള്ള സൗന്ദര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ. അപ്പോൾ മഞ്ജു വാര്യർ ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഒന്നും എനിക്ക് ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പലതരം ഭാഷകൾ സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കുമല്ലോ ഒരു റോയൽ ഫാമിലിക്കകത്ത് സ്വാഭാവികതയിൽ വരിക. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മാത്രമുള്ളവരോ ശ്രീലങ്കയിൽ നിന്ന് മാത്രമുള്ളവരോ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആൾക്കാരോ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. അതിൽ തന്നെ നമ്മൾ ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരാളുണ്ട്, ഫിലിപ്പീൻ ഓസ്ട്രേലിയൻ ആയിട്ടുള്ള ഒരു നടിയുണ്ട്. ഇവരൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആൾക്കാർ എസ്തെറ്റിക്കലി ആണെങ്കിലും അവരുടെ പിന്നെ ഭാഷാപരമായിട്ടും ഒക്കെ ഉള്ളൊരു വ്യത്യസ്തത ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുകയും അവർക്ക് എല്ലാവർക്കും സീറോ മേക്കപ്പ് ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾറെഡി ആഡ് ഫിലിം മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇൻബിൽഡ് ആയിട്ട് അവരുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് മേക്കപ്പ് ചെയ്ത് നമുക്ക് മേക്ക് ഡൗൺ ചെയ്യാനുള്ള അങ്ങനെ ചെയ്യേണ്ടതില്ല നമ്മൾ തീരുമാനിച്ചാണ്. പിന്നെ അവർ വർക്ക് ചെയ്യുന്ന ഒരു റോയൽ ഫാമിലിയാണ്, സൗദി റോയൽ ഫാമിലിയാണ്. ആ റോയൽ ഫാമിലിക്കകത്തുള്ള അവരുടെ കോസ്റ്റ്യൂം എന്തായിരിക്കുന്നു റിസർച്ച് നടത്തിയതിനു ശേഷമാണ് നമ്മൾ ആ കോസ്റ്റ്യൂം അവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു വേലക്കാരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികതയിൽ വരുന്നൊരു വേലക്കാരി വേഷം നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു റോയൽ ഫാമിലി പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് സൗദി പോലുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികതയിൽ ആ റോയൽ ഫാമിലിക്കകത്ത് ഉണ്ടാവുന്ന പിന്നെ ഇത് എല്ലാം ഇപ്പം ഒരാളുടെ ജീവിതകഥയാണല്ലോ പറയുന്നത്. അപ്പോൾ ആയിഷാത്തയോട് ചോദിച്ചിരുന്നു എന്ത് തരം വേഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഏത് കോലത്തുള്ളതായിരുന്നു, എത്ര വരെ ഉണ്ടായിരുന്നു, മറക്കുന്നുണ്ടായിരുന്നു. സൗദി ആയതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കണക്ക് മറ്റേ സൗദിയാണ് രാജ്യം, ശരിയത്താണ് നിയമം എന്ന് പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല. അവർ സത്യത്തിന് അവിടെ നമുക്കെല്ലാം ആയിഷാത്ത പറഞ്ഞതുപോലെ കാണിക്കാൻ പറ്റില്ല, പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കൂല. ഇതിനോടൊപ്പം തന്നെ ചില കോണുകളിൽ നിന്ന് ഇതെന്തോ വെളുപ്പിക്കൽ സ്വഭാവത്തിലാണെന്നുള്ളൊരു വിമർശനമൊക്കെ ഞാൻ 1-2 സ്ഥലങ്ങളിൽ വായിച്ചിരുന്നു. അതിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ കഥ പറയുന്നത് ഒരു വർക്കിംഗ് ക്ലാസ് ലേഡിയും ഒരു ഭയങ്കര റോയൽ ഫാമിലിയുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള 2 സ്ത്രീകൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് സത്യത്തിൽ ബയോപിക് എന്ന് പറയുമ്പോഴും ആ സിനിമയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ലോകത്തിൻ്റെ 2 ധ്രുവങ്ങളിൽ ഇരിക്കുന്ന ഭയങ്കര ഹൈ റിച്ച് ആയിട്ടുള്ള ഒരു സ്ത്രീയും
ഇവിടെ ഒരു വലിയ ജനതയ്ക്ക് വേണ്ടി പോരാടിയ ഒരു സ്ത്രീയും ഇവർ തമ്മിൽ കൂട്ടിമുട്ടുകയും അവർ തമ്മിൽ ഹൃദയം കൊണ്ട് ഒന്നിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ആയിഷയെ കാണുന്നത്. എന്തുകൊണ്ട് ആയിഷ, ഇപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ, ഇപ്പോൾ ഞാൻ മമ്മൂക്കയെ കളങ്കാവിൽ സെറ്റ് വെച്ച് മമ്മൂക്കയെ പോയി അദൃശ്യമായി കണ്ടിരുന്നു. മമ്മൂക്കയെ അടുത്ത് ഇങ്ങനെ ജോർജേട്ടൻ പോയി ആമിർ ഇങ്ങനെ ആയിഷ എന്നുള്ള സിനിമ, അത് ഇങ്ങനെ ദുബായിലായിരുന്നില്ലേ ഷൂട്ട്, ഓക്കെ ഇപ്പം എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ED എന്നുള്ള സിനിമ, സുരാജിൻ്റെ സിനിമ, ഓക്കെ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് മമ്മൂക്കനോട് പറഞ്ഞു, അതല്ല നിങ്ങളതിൽ ഈ നിലമ്പൂർ ആയിഷയുടെ ഇവിടുത്തെ അവരുടെ ജീവിതമൊന്നും അങ്ങനെ, അപ്പോഴാണ് ഇത് മമ്മൂക്ക് ഇത് കണ്ടിരുന്നു എന്നുള്ളത്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു 6-7 മാസം മുമ്പുള്ള സംസാരം കണ്ടിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക അങ്ങനെ ഇവിടുത്തെ അല്ല, ഇവിടെ അവർ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, അവർക്ക് നാടകത്തിൽ അഭിനയിക്കുമ്പോൾ സ്റ്റേജിലേക്ക് വെടിവെപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടിയൊക്കെ ആവാമായിരുന്നില്ലേ, ഇനിയിപ്പോൾ അത് ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. മൂപ്പര് പ്രധാനപ്പെട്ട ഒരു സാധനം വിമർശനമായിട്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ജീവിതത്തിനപ്പുറത്ത് നിങ്ങൾ അവിടെ അവരാകെ ഒരു 3-4 വർഷമല്ലേ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി മമ്മൂക്കാക്ക് ഈ നിലമ്പൂർ ആയിഷ 20 വർഷക്കാലം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളത് മമ്മൂക്കൊക്കെ ആ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മമ്മൂക്ക അങ്ങനെയല്ല, അവരൊരു കുറച്ചധികം കാലം അതൊന്നുമില്ല, അവർ 3-4 വർഷം മമ്മൂക്കയാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മമ്മൂക്ക അവരൊരു 20 വർഷം 1980 മുതൽ 2000 വരെ അവർ. അപ്പോൾ നമുക്ക് ആണോ അത്ര വർഷം അവിടെ നിന്നിരുന്നോ, അത് ശരി അങ്ങനെയാണല്ലേ എന്നർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളൊരു 20 വർഷക്കാലം എന്തിന് നിലമ്പൂർ ആയിഷ ലൈം ലൈറ്റിൽ നിൽക്കെ വലിയൊരു നടിയായി നിൽക്കെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥലത്തു നിന്നും എസ്കേപ്പായി പോയി സൗദിയിൽ നിന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവരെന്തിനവിടെ അവിടെ തന്നെ പിടിച്ചു നിൽക്കണം, എന്താണ് അവരെ നിർത്താനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്ത്രീയോട് തോന്നിയിട്ടുള്ള ഭയങ്കരമായ ഇഷ്ടവും അവരോടുള്ള അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മിറ്റ്മെന്റും ഫ്രണ്ട്ഷിപ്പുമാണ് ശരിക്കും. ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ക്യാരക്ടറായിട്ടും ആ സിനിമയായിട്ടും മഞ്ജു വാര്യർ എന്നുള്ള നടി എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ അതിൽ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ മറ്റ് പ്രതിസന്ധികളോ മേക്കപ്പിൻ്റെ കാര്യത്തിലോ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലോ ഒന്നും. സമീറ സനീഷാണ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തത്. അപ്പോൾ ഞാൻ സമീറ കൃത്യമായിട്ടൊരു നമ്മളൊരു മോഡൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് പിന്നെ അതിൻ്റെ പുറത്തുള്ള ഡിസൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സ്റ്റിച്ചസും പരിപാടികളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പുറത്ത് പിന്നെ സിനിമ ഇപ്പോൾ ബെൻസാലി സിനിമകളിൽ നമ്മൾ കാണുന്ന വലിപ്പം, സിനിമ സഞ്ജയ് ലീല ബെൻസാലി ഒരു സിനിമ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു കൂടുതൽ എന്താ പറയുക രാജ കുടുംബങ്ങളുടെ കഥ പറഞ്ഞ അങ്ങനെയുള്ള സിനിമയാണ് മൂപ്പര് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു റിച്ച്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞ വിഷ്വലി നമ്മളെപ്പോഴും ഒരു കൊട്ടാരത്തിന്റെ കഥ പറയുമ്പോൾ അങ്ങനെ റിച്ച്നെസ്സോട് കൂടി തന്നെ എല്ലാവരെയും കാണിക്കുക എന്ന് പറയുന്നതാണ് ഒരു മേക്കർ എന്ന അർത്ഥത്തിൽ ചെയ്യേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്ന സിനിമ. അതാണ് അത് അങ്ങനെ വന്നിട്ടുണ്ടാവുക. ഈ നിലമ്പൂർ ആയിഷയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ബയോപിക് കണ്ടിട്ട് അവർ തന്നെ അതെ ആയിഷാത്തയുടെ കൂടെ ഇരുന്നാണ് ഞാൻ ആ സിനിമ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് എന്നെ ഉമ്മ വെച്ചു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഉടനെ ആയിഷാത്ത ഫസ്റ്റ് മീഡിയ, അപ്പോൾ ആയിഷാത്തക്ക് ഒരു 80-84 വയസ്സ് അപ്പുണ്ട് ആ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിഷാത്തിൻ്റെ ചില ഓർമ്മകൾ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ കുറേ തവണ നിലമ്പൂരിൽ പോയിരുന്നു ആയിഷാത്തിന് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം മൂന്നാമത്തെ ദിവസം എന്നോട് ചോദിക്കും ആരാന്ന് ചോദിക്കും. പെട്ടെന്ന് ഒരു കട്ടാവുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇനി എങ്ങാനും കണ്ടിട്ട് എന്തെങ്കിലും പറയുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് ഞാൻ എന്താണോ അവിടെ കണ്ടതും അനുഭവിച്ചതും അതാണ് ഈ സിനിമയിലുള്ളത് എന്ന് പറയുമ്പോൾ അതാണ് ആ സിനിമ കിട്ടിയ ഏറ്റവും വലിയ, ഒരാളെക്കുറിച്ച് നമ്മളൊരു സിനിമ എടുക്കുകയും അയാൾ ആ സിനിമയിൽ ഞാൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ അവാർഡായിട്ട് എനിക്ക് ആയിഷയെ തോന്നി. ഇതിൽ ഒരു തരം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ആർട്ട് എന്ന് പറയുന്നത്. ആ സിനിമയ്ക്ക് ഒരു ഡോക്യു എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവിടെ നമുക്ക് എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ആയിഷയെ കാണുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് നിലമ്പൂർ ആയിഷയുടെ ആ ഒരു ആയിഷ എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടായിരുന്നു. ഇനി എക്സ്ട്രാ ഡീസൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത ഇതൊക്കെ വളരെ പെക്യുലിയർ ആണ്. ലൈക്ക് അധികം ആരും ഇപ്പോൾ നമുക്കിങ്ങനെ ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കാൻ പറ്റില്ല, എന്തോ നിലമ്പൂർ ആയിഷനെ കുറിച്ചൊരു സിനിമ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ ഡീസൻ്റ് ഒരു ജോണർ ഉണ്ടല്ലോ ഭയങ്കര ഡാർക്കായിട്ട് നമ്മൾ ചിന്തിക്കില്ല. ഓക്കെ ഇതിൻ്റെ ഒരു അതർ സൈഡ്, നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സൈക്കോ സൈഡ് നമ്മൾ അങ്ങനെ അധികം സംസാരിച്ച് പോയില്ല. ഈ ജോണർ വ്യത്യാസം, ഇപ്പോൾ പ്രേംപാറ്റ വരുന്നു, പ്രേംപാറ്റ ഒരു മുഴുനീളൻ NSS ക്യാമ്പ് പടം, ഒരു പുതുമുഖ അല്ലെങ്കിൽ പുതുതായിട്ടൊരു സംവിധായകൻ വരുന്നു എന്ന് പറയുമ്പോൾ അവർ ഒരൊറ്റ ജോണർ പിടിക്കണം എന്നുള്ളൊരു നിർബന്ധം സാധാരണ ഉണ്ടാവാറുണ്ട്. അത് ആമിറിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടില്ല? അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 സിനിമകളിലും ഇപ്പോൾ ഞാൻ സിനിമ സംവിധായകനാവുമ്പോഴും ആ 2 സിനിമകൾ എഴുതിയ ഒരാൾ ആഷിഫ് കക്കോടി എന്നുള്ളൊരു റൈറ്ററാണ്. അപ്പോൾ ഞാൻ പറയാം ആയിഷ എന്നുള്ള സിനിമയിലെ ആ സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ ED എന്നുള്ള എക്സ്ട്രാ ഡീസൻ്റ് എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ എല്ലാ തോട്ട് പ്രോസസ്സുകളും അതിൻ്റെ ആദ്യത്തെ ചിന്തകളും കഥ ഒക്കെ രൂപീകരിക്കപ്പെടുന്ന അദ്ദേഹത്തിന് മനസ്സിലാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ റൈറ്റർ ആഷിഫ് കക്കോടിയായിരുന്നു ആദ്യം 2 സിനിമ. 3-ാം സിനിമയിൽ വരുമ്പോഴാണ് മറ്റൊരു റൈറ്ററിലേക്ക് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ സിനിമയുടെ സ്വാഭാവികതയിൽ സംഭവിക്കുന്നതാണ്. വീണ്ടും അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതൊക്കെ സിനിമ നാളെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 2 സിനിമകളും
എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ നമ്മൾ കണ്ട് ശീലിച്ച സിനിമാ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള 2 സിനിമകളാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് കൊമേഴ്ഷ്യലി വലിയ ഹിറ്റാവുന്ന സിനിമകളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ സിനിമ നമ്മൾ 2 സിനിമയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒന്നൊരാളുടെ ജീവിതകഥയാണ്, അതും അത്രയും വലിയ കളർഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ച ആളല്ല. കളർഫുൾ ഇൻ ദ സെൻസ് ഡബിൾ കോട്സിലാണ് ഞാൻ പറഞ്ഞത്. വേറൊരു അർത്ഥത്തിൽ ഇവിടെയുള്ള സിനിമാ സ്വഭാവത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന വലിയ പാട്ടുകളോ ബഹളങ്ങളോ ആരവങ്ങളോ ഒക്കെയുള്ള കോലത്തിൽ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ബയോപിക്കും ആരുടെയും കാണിക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ അത് കാണിക്കുമ്പോൾ ഇപ്പൊ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സിനിമ നമ്മൾ കാണുമ്പോൾ 83 കപിൽ ദേവിന്റെ സിനിമ നമ്മൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ സിനിമകൾ നമ്മൾ കാണുമ്പോഴും നമുക്ക് ഇവിടെ ഇപ്പം ക്യാപ്റ്റൻ എന്നുള്ള സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരാളുടെ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങൾ നമുക്ക് ഭയങ്കര പൊലിപ്പിച്ചൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രഭുദേവ എന്നുള്ള പിന്നെ കൊറിയോഗ്രാഫറെ നമ്മൾ ആ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ നിലമ്പൂർ ആയിഷയുടെ ജീവിതത്തിനുമായി ബന്ധപ്പെടുന്ന ഒന്നും പ്രഭുദേവ എന്നുള്ള കൊറിയോഗ്രാഫർക്ക് അവിടെ ചെയ്യാനില്ല. പക്ഷെ അത് നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. സിനിമ എന്തെങ്കിലുമൊക്കെ കൊമേഴ്ഷ്യൽ വൽക്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ അതും പക്ഷെ ഇവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടിൽ നിന്ന് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആവുകയും വേണം. കാരണം ഞാൻ ഒരാളുടെ കഥ പറയാണല്ലോ, അയാളെ കഥയുമായി ബന്ധപ്പെടാത്തത് എന്ന് ആൾക്കാർക്ക് തോന്നിയാൽ അത് അങ്ങനെ തന്നെ ആ സിനിമയെ ചിലപ്പോൾ അങ്ങനെ ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ ആദ്യം ഇറക്കിയത്. അപ്പൊ ഇതായിരിക്കുമോ ഇനി ആയിഷ എന്ന് കരുതിയിട്ട് സിനിമ കാണാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞാൽ അതായിരുന്നില്ല കൊടുക്കേണ്ടത് പിന്നെയാണ് നമുക്ക് തിരിച്ചറിയാം. അപ്പോഴേക്കും സിനിമയും കാലവും സമയം ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ED എന്നുള്ള എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള സിനിമ വരുമ്പോഴും അതിനകത്ത് നമ്മൾ കണ്ട് സങ്കല്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടുള്ള പിന്നെ മോനെ ഉണ്ണി അമ്മേ എന്നൊക്കെ പറയുന്ന പൊന്നമ്മ കവിയൂർ പൊന്നമ്മ ചേച്ചിയാണെങ്കിലും ലളിത ചേച്ചിയാണെങ്കിലും സുകുമാരി ചേച്ചിയാണെങ്കിലും അങ്ങനെ ഒരുപാട് അമ്മമാരെ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ റൊഷാക്കിലാണ് നമ്മൾ ചെറിയൊരു ഷെയ്ഡിൽ പിന്നെ ബിന്ദു പണിക്കർ വന്നിട്ട് നമുക്ക് നമ്മളെ ഞെട്ടിക്കുന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് മുഴുനീള വേഷത്തിലുള്ള ഒരു വില്ലത്തിയാണ് നമ്മുടെ സിനിമയിലെ അമ്മ. ഞാൻ പറഞ്ഞ പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന പേരുള്ള എന്ന ലക്ഷ്മിയുമായിട്ട് ഒരു സ്വഭാവ ബന്ധമില്ലാത്ത ഒരമ്മ, സ്വന്തം മകനെ എങ്ങനെ കൊല്ലാമെന്ന് ആഗ്രഹിക്കുന്ന, എങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന, അതിനു മുമ്പ് ചെറുപ്പത്തിൽ മരിച്ചുപോയ അബദ്ധത്തിൽ മരിച്ചുപോയ മകൻ മരിച്ചത് നന്നായി എന്ന് പറയുന്ന ഒരമ്മ. അപ്പൊ ഞാൻ പറഞ്ഞ അത് നമുക്ക് മലയാളികൾക്ക് എത്രത്തോളം ദഹിക്കില്ല. അത് നമ്മുടെ അമ്മ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പക്ഷെ അപ്പോഴും നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് ഇതിനകത്തുള്ള എന്തുകൊണ്ട് ഒരാൾ ഒരു മറ്റൊരു സൈക്കോപാത്തിലേക്കോ അല്ലെങ്കിൽ സൈക്കോ ആവുന്നു, അതിന് എത്രത്തോളം പാരന്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അവരെത്രത്തോളം അതൊക്കെ അങ്ങനെ സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, സ്വാഭാവികതയിൽ സ്ക്രിപ്റ്റിൽ വന്നു പോകുന്നതാണ്. മറിച്ച് അങ്ങനെ ഒരു സൈക്കോ ഇപ്പൊ ഇയാളെന്ത് ശരി ഇപ്പൊ അമ്മ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇയാൾ സൈക്കോ ആവും, ബിനു എന്നുള്ള ക്യാരക്ടർ നമ്മൾ സൈക്കോ ആക്കും, അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷെ അത് ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കുറേ ആൾക്കാർ അതിനെ റെഫർ ചെയ്തിട്ടും സംസാരിച്ചിട്ടും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരു ട്രോമ ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സിൽ ചെറുപ്പത്തിൽ ചെറിയ സമയത്ത് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഒരാളെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരു മകനെ ഡീൽ ചെയ്യുന്നതിലുള്ള ഭയങ്കര കാർക്കശ്യം കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഒരു റിസൾട്ട് എന്തായിരിക്കും, അതാണ് ബിനു എന്ന് പറയുന്നത്. അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ക്ലിയർ ചെയ്തില്ലെങ്കിൽ എല്ലാ വീടുകളും ബിനുവിന്റെ വീട് പോലെ ആയിത്തീരും, എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് മകനെ കല്ലിലേക്ക് എറിഞ്ഞു കൊല്ലുന്ന അമ്മ, പിന്നെ മകനെ മറ്റേ ചപ്പാത്തി കോല് വെച്ച് അടിക്ക് ചൊല്ലുന്ന അച്ഛൻ, ഇതൊക്കെ നമ്മളിപ്പോഴും വളരെ എന്താ പറയുക സാധാരണമായി മാറിയൊരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയോ നമ്മുടെ കുടുംബത്തിലോ തൊട്ടടുത്ത വീട്ടിലോ ഒക്കെ ബിനുവും അച്ഛനും മക്കനും തമ്മിലുള്ള അടിയും കള്ളുകൂടിയും പ്രശ്നങ്ങളും പരാതിയും പരിഭവവും പിന്നെ സ്വത്ത് തർക്കവും ഒക്കെ. അപ്പം ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ ഭയങ്കരമായി എത്ര സ്നേഹമുണ്ട് അച്ഛനും മകനും എന്നൊക്കെ പറയുമ്പോഴും ഒരു വേള ആകെ ബാക്കിയുള്ള ഒരു 10 സെന്റ് സ്ഥലം മക്കൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം സ്നേഹം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും. മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അങ്ങനെ നമ്മൾ കുറേയൊക്കെ കാപട്യമുള്ള മനുഷ്യരാണ് എന്നുള്ളതും അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ആ സിനിമ വന്നിട്ടുള്ളത്. പക്ഷെ രണ്ടും ഈ പറഞ്ഞതുപോലെ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണോ, മുഴുനീളം എൻ്റർടൈൻമെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ പ്രേംപാറ്റിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ബാരിയേഴ്സ് ഒന്നുമില്ല. ഇത് നമുക്ക് എത്രത്തോളം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് ഈ ജെൻസി കുട്ടികളുടെ ഈ കാലത്തൊരു കോളേജ്, ആ കോളേജ് സിനിമയാകുമ്പോഴും കോളേജിൽ നടക്കുന്ന ഒരു കഥയല്ല, മറിച്ചൊരു NSS ക്യാമ്പിൽ ഒരു കോളേജ് പ്ലേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു നാട്ടിൻപുറത്തൊരു NSS ക്യാമ്പിൽ ഒരു 10 ദിവസത്തെ ക്യാമ്പിന് വരുന്ന ഒരു കൂട്ടം കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്ന രസകരമായിട്ടുള്ള കാര്യം, വെറും രസകരം മാത്രമല്ല അതിനകത്ത് ഇമോഷണലും പ്രേമവും പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ വന്നു പോകുന്ന ഒരു പക്കാ കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് എന്ന് വിളിക്കാവുന്ന എന്റെ ആദ്യ സിനിമയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ കുറെ പ്രേംപാറ്റകൾ വരുന്നൊരു സിനിമയായിരിക്കും. NSS ക്യാമ്പിലേക്ക് ആളെ കിട്ടിയോ നിങ്ങൾക്ക്? ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, പയ്യെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ മമത മോഹൻദാസ് ആൻഡ് സൈജു കുറുപ്പ്, ഇവർ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ പ്രേംപാറ്റയുടെ ഒരു ഓഡിയോ ലോഞ്ചിന്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവർ 25 വർഷങ്ങൾക്ക് ശേഷം ഈ ജോഡി വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള രീതിയിൽ കുറേ വാർത്തകളൊക്കെ വന്നിട്ട് പത്രക്കുറിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം
അത് അവരത്ര എനിക്കറിയില്ല അവരത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോഡിയാണോന്ന്. പക്ഷെ അതെങ്ങനെ അമറിന് അവരുടെ ഒരു കെമിസ്ട്രിയിൽ എന്താണ് ജോഡി പോപ്പുലർ ആണോ എന്നുള്ളതിനപ്പുറം രണ്ടുപേരും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ. മമത എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ മൊത്തവും അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു നടിയും, സജി ചേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അത്രയും പ്രിയങ്കരനായിട്ടുള്ള ഒരു നടനുമാണ്. അപ്പോൾ ഇപ്പോൾ മയൂഖത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു, അപ്പോൾ ആ ജോഡിയോ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്നുള്ളതൊന്നും അല്ല സത്യത്തിൽ അവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ സജി ചേട്ടനാണ് കാസ്റ്റ് ചെയ്യുന്നത്, പിന്നെയാണ് ഞാൻ അവരൊക്കെ വേറൊരു അർത്ഥത്തിൽ ഗ്രേറ്റ്നെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ സിനിമയിൽ അവരുണ്ടാകുമ്പോഴും അവരല്ല ഇതിലെ ഹീറോസ് പ്രേംപാറ്റകളായിട്ടുള്ള കുട്ടികളാണ്. എന്നാൽ ഈ കുട്ടികളെ കവച്ച് വെക്കുന്ന രീതിയിലുള്ള പ്രേമം കൊണ്ട് നടക്കുന്ന രണ്ട് ആൾക്കാരായിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ ഇവരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവർ ഈ സിനിമയിൽ ജോഡിയാണ്. ഇവർ ഇതിനു മുമ്പ് എനിക്കൊന്ന് ഫോറൻസിക്കിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ജോഡിയായിട്ട് എനിക്കൊന്ന് മയൂഖത്തിന് ശേഷമായിരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 25 വർഷക്കാലം സിനിമയിൽ ഒരുമിച്ച് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 20-25 വർഷമോ സിനിമയിൽ എത്തിയ ആൾക്കാരെ ആ അർത്ഥത്തിൽ നമ്മൾ ആഘോഷിച്ചു എന്നുള്ളതാണ്. അതിന് പ്രേംപാറ്റ കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണലി ആയിട്ടുള്ള സന്തോഷം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയം സംസാരിക്കാമെന്ന് വിചാരിക്കുക. കാരണം അമർ അത്യാവശ്യം നല്ല രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള ഒരാളാണ്. സിനിമയെ പറ്റി തന്നെ പറയാം. സിനിമയിൽ പൊതുവെ നമുക്ക് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, തമിഴ് ഇൻഡസ്ട്രി, പിന്നെ തെലുങ്ക്, കന്നഡ, ഇവിടെയൊക്കെ ഒരുപാട് റെവല്യൂഷൻസ് സംഭവിക്കുന്നുണ്ട് സിനിമ. ഇപ്പോൾ കന്നഡ ഇൻഡസ്ട്രിയൊക്കെ അതിൻ്റെ അത്ര ഹൈപ്പിൽ നിൽക്കുകയാണ്. ഷെട്ടി ബ്രദേഴ്സ് അവർ സിനിമയെ മൊത്തം മാറ്റിമറിക്കുന്നു. ഇപ്പോൾ തമിഴിലാണെങ്കിലും ഒരുപാട്, ഇപ്പം വെട്രിമാരൻ, മാരി, സെൽവരാജ്, പാരഞ്ജിത്ത്, പിന്നെ അതുപോലെ അത് അവരുമായി കോപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ. മലയാളത്തിലും അതുപോലെ തന്നെ. ബോളിവുഡിലാണ് കുറച്ചൊക്കെ നമ്മൾ ഈ പ്രൊപ്പഗാൻഡ പടങ്ങളുടെ ഒരു എന്താ പറയുക, കുറച്ചധികം പ്രൊപ്പഗാൻഡ പടങ്ങൾ വന്നു പോകുന്നു. കുറേയൊക്കെ നമ്മൾ അറിയാണ്ട് തന്നെ ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നും. അപ്പോൾ അവർ എന്നെ അടിച്ചിറക്കും. പക്ഷേ ആ സിനിമകളൊക്കെ നോർത്തിൽ വളരെ പോപ്പുലർ ആയിരിക്കും. ഇപ്പോൾ അവർ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൻ്റെ കൾച്ചറിനെ, മലയാളികളുടെ ഒരു കൾച്ചറിനെ അവരെ കറപ്റ്റ് ചെയ്യുന്ന തരത്തിൽ, നമ്മുടെ കൾച്ചറിനെ കറപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് സിനിമകൾ. ഇപ്പം കേരള സ്റ്റോറി, ഇപ്പോൾ പരം സുന്ദരി എന്ന് പറഞ്ഞൊരു സിനിമ വന്ന സമയത്ത് ഇങ്ങനെയുള്ള സിനിമകളെ കൊണ്ടുവരുന്നുണ്ട്. ഒരു സംവിധായകൻ എന്ന നിലയിൽ, ഇപ്പം ഒരുപാട് സിനിമകൾ ഇനി ചെയ്യണ്ടേ, അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആണോ? അത്തരത്തിലൊരു കൺസേൺഡ് ആണ് ഉറപ്പായിട്ടും. നമ്മുടെ ചരിത്രവും നമ്മുടെ ചരിത്രബോധവും നമ്മുടെ സംസ്കാരവും എന്നൊക്കെ പറയുന്നത് നമ്മളെന്നും ഈ ഒരു സംഘപരിവാർ എന്ന് പറയുന്ന ആശയങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോടോ ഒന്നും യോജിച്ചു പോകുന്നതോ അങ്ങനെ താല്പര്യപ്പെടുന്ന കൂട്ടരെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ അവിടെ ഒരു പത്മാവത് എന്ന് പറഞ്ഞൊരു സിനിമ, പത്മാവതിയായിരുന്നു, അത് പത്മാവത് ആക്കേണ്ടി വരുന്നു. ആ സിനിമക്കകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് സംഘപരിവാർ കണ്ടന്റാ. എന്നിട്ട് പോലും അവർക്ക് അതിനോട് അവർ തിരുത്തിച്ചല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സെൻസർ ബോർഡ് നിയന്ത്രിക്കുന്നത് ആരെയെന്ന് വെച്ചാൽ ഈ രാജ്യം നിയന്ത്രിക്കുന്നത് ആരെയെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടെ സെൻസർ ചെയ്യപ്പെടുന്ന സിനിമക്കകത്ത് മാത്രമല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത് സൊസൈറ്റിയെ മൊത്തം സെൻസർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സിനിമക്കകത്ത് ചെയ്യുമ്പോൾ എന്ത് വലിയ വാർത്തയായിട്ട് അത് കട്ട് ചെയ്യാൻ പറഞ്ഞു, ഇത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കട്ടും മ്യൂട്ടും നടക്കുന്ന സൊസൈറ്റിക്കകത്താണ്. ഇവിടെ കട്ട് ചെയ്യുന്ന ശരിക്കും ഒരാളുടെ വിശ്വാസമോ അയാളുടെ രൂപമോ അയാളുടെ കോലമോ ഒക്കെ, ഞാൻ പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അയാളുടെ നിറം പോലും ഇവിടെ പ്രശ്നമാവുന്ന ഒരാൾ, ഇത് എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്നതാണ്. ഞാൻ പറഞ്ഞ ഈ സെൻസറിങ് സത്യത്തിൽ നടക്കുന്ന സിനിമക്കകത്ത് മാത്രമല്ല, അതിൻ്റെ റിഫ്ലക്ഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. പാട്ടിലുണ്ടാവും, എഴുത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞത് സാധാരണ ജീവിതത്തിലാണ്. ഒരു ട്രെയിനിനകത്ത് യാത്ര ചെയ്യുമ്പം അവിടെ സെൻസറിങ് നടക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു 5-10 വർഷം മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ചോ അയാളുടെ ഒരു മതം പ്രാക്ടീസ് ചെയ്യുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. അതിന് ചുറ്റും ഇരുന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അവിടെ പ്രാക്ടീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചർച്ചയാണ്. ഞാൻ പറഞ്ഞത് ഒരാൾക്കുള്ള സ്വാതന്ത്ര്യവും അവകാശവും എവിടെയൊക്കെ സെൻസർ ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി സിനിമയിൽ സംഭവിക്കും. സിനിമാക്കാരനായ രീതിയിൽ നമ്മൾ സിനിമയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പം ഇനി മലയാളത്തിലേക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. അതെ, ഇപ്പോൾ വളരെ നിയർ ബൈ ഒക്കെ ആയിട്ട് നമുക്ക് എന്നാലും തിരുത്തലുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് ഇവിടെ ആ പരിപ്പ് വേവൂല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പരിധി വരെ ഉള്ള വിശ്വാസം. ഇപ്പം ഞാൻ പറഞ്ഞ സിനിമയിലേക്ക് അങ്ങനെ വന്നോട്ടെ. ഇപ്പോൾ അയ്യപ്പൻ എന്നുള്ളൊരു സിനിമ ഇപ്പം എനിക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇല്ല അറിഞ്ഞില്ല. അപ്പോൾ ശബരിമലയിൽ അങ്ങനെ എന്തോ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സമയത്ത് എന്തോ ഒരു പാകിസ്ഥാനിൽ നിന്നൊരു കൂട്ടം തീവ്രവാദികളൊന്ന് അയ്യപ്പനെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ കഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അതാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം. അപ്പം ഞാൻ പറഞ്ഞത്
ഒരു വിശ്വാസത്തെ, ഇനിയിപ്പോൾ അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇനി മതമുള്ളവനും ഇല്ലാത്തവനാണെങ്കിലും വിശ്വാസമുള്ളവൻ ഇല്ലാത്തവനാണെങ്കിലൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് അതിൻ്റെ ഇവിടെ നഖശിഖാന്തം മതങ്ങളെയും മതസ്ഥാപനങ്ങളെയും മതമേലധ്യക്ഷന്മാരെയും ഒക്കെ വിമർശിച്ചിട്ട് എഴുത്തും വായനയും കവിതയും സിനിമയും എല്ലാം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ശക്തമായിട്ട് നമ്മളൊക്കെ തന്നെയായിരിക്കും, നമ്മൾ ഉദ്ദേശിച്ചത് മലയാള സിനിമയും മലയാള സാഹിത്യമൊക്കെ തന്നെയായിരിക്കും എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് പി ജെ ആൻ്റണി അല്ലെങ്കിൽ MT-യുടെ അവസാനത്തിൽ വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പ് നിർത്തുന്ന സിനിമ അവസാനിക്കുന്നത്. നമുക്കത് ഊഹിക്കാൻ പോയിട്ട് ആലോചിക്കാൻ പോയിട്ട് നമുക്ക് എവിടെയും അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വേറൊരർത്ഥത്തിൽ റെവല്യൂഷൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ സിനിമകളിലൂടെ സംഭവിക്കുക. ആ സിനിമകളോടൊക്കെ നമുക്ക് യോജിപ്പുണ്ടാവാം വിയോജിപ്പുണ്ടാവാം. നമ്മൾ ഉദ്ദേശിക്കുന്ന അതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും സംഘപരിവാർ ഇപ്പോൾ ഇവിടെ പരംസുന്ദരിയോ അതല്ലെങ്കിൽ ക്രൈം കേരള സ്റ്റോറിയോ അങ്ങനെ എന്ത് സിനിമ ഉണ്ട്. ഇപ്പോൾ ഒരു താജ്മഹലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ ഞാൻ എൻ്റെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിയാണ് വരിക. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ എന്തുവായിരുന്നു അതിന്റെ പേര്, ഛത്രപതി ശിവജിയെ കുറിച്ചുകൂടെ സിനിമ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതിനേക്കാളൊക്കെ ഉപരി അതൊക്കെ നമുക്ക് ചിരി വരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ കണ്ട് കൈയടിച്ചിട്ടുള്ള വലിയ ബ്ലോക്ക് ബസ്റ്ററുകളൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടാടപ്പെട്ടിട്ടുള്ള ബ്രഹ്മാണ്ഡ സിനിമ, ഞാൻ പേരൊന്നും പറയുന്നില്ല, പേര് പറയാൻ പേടിയുള്ളൊന്നും ഉണ്ടെന്നല്ല, പേര് പറയുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട സിനിമകളാണ് കുറേ സിനിമകളൊക്കെ. സിനിമ എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകൾ പോലും ഇവിടെ പ്രൊപ്പഗണ്ട സിനിമകളാണ്. ഞാൻ പറഞ്ഞ അവിടെ അതിൽ വെച്ചിട്ടുള്ള നായകനെ ഒരു ഘട്ടം എത്തുമ്പം ആ നായകൻ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ വേഷങ്ങളിലേക്കോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആയുധങ്ങളിലേക്കോ ഒക്കെ പോയിട്ട് പിന്നെ ആ നായകൻ ഏതാണ് ദൈവം ഏതാണെന്ന് ചിന്തിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് അതിനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ. ഏറ്റവും വലിയ ഹിറ്റായ ദുരന്തറിനെതിരെ ആ വിമർശനം അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാ സിനിമകളിലും ഇതുണ്ട്, എല്ലാ കാലത്തും ഇതുണ്ട്. പക്ഷെ സെൻസർ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം തന്നെ ഇഞ്ചക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇപ്പൊ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഇത് കുഴപ്പമില്ല, ഇത് നമ്മുടെ പരിപാടിയാണ്, ഇത് വിട്ടേക്കാം എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ പിന്നെ കഴിഞ്ഞൊരു KLF-ന്റെ ഒരു സെഷനിൽ ഞാനിങ്ങനെ കേട്ടു. പിന്നെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റർ പറയാണ് അങ്ങനെ സിനിമ എഴുതുന്ന സമയത്ത് അങ്ങനെ ആലോചനകൾ ഇത് ഇന്ന് പ്രേക്ഷകൻ കേൾക്കുമോ, ഇയാൾ എന്ത് ചിന്തിക്കും, അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് മൂപ്പർ ഇങ്ങനെ കോൺഫിഡൻസോട് കൂടി പറയാണ്. അങ്ങനെ ചിന്തിക്കാറില്ല, ആൾക്കാരെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് സിനിമ സ്വതന്ത്രമായി എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ മൂപ്പര് അറിഞ്ഞോ അറിയാതെയോ പറയാണ് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട്. പക്ഷെ ഡയലോഗ് എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇത് സെൻസർ ബോർഡിൽ എങ്ങനെ, ഞാൻ പറഞ്ഞത് പ്രേക്ഷകനെ കൺസിഡർ ചെയ്യാത്ത ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ട് സിനിമ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് പോലും ഒരു ഡയലോഗ് എഴുതുമ്പോൾ അത് ഒരു വിമർശകൻ എങ്ങനെ അതിനെ കാണുന്നുള്ളതിനപ്പുറത്ത് സെൻസർ ബോർഡ് അതെങ്ങനെ കാണും എന്നുള്ള നിലയിലേക്ക് നേരത്തെ ചോദിച്ചില്ലേ, ക്രിയേറ്റീവ്ലി നമ്മൾ ഒതുങ്ങിപ്പോകുന്നു, നമ്മൾ ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യത്തിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്നത് ഇവിടെ ഈ സെൻസർ ബോർഡ് സെൻസർ ചെയ്യുന്നിടത്താണ് അതൊക്കെ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര മോശമാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ അതിന് പ്രതികരിക്കണം, എത്രത്തോളം നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം ശബ്ദം ഉണ്ടാക്കി നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ നമ്മുടെ കോടതികൾ ഉൾപ്പെടെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരു പ്രത്യേക കവചമൊരുക്കി സംരക്ഷിച്ച് ചോദ്യം ചെയ്യപ്പെടാനോ കോടതിയിലേക്ക് പോകാനോ പറ്റാത്ത അത്രയും. ഇപ്പം നമ്മൾ കോടതിയിൽ പോയാൽ തന്നെ കോടതി എന്തായിരിക്കും പറയാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ഒന്ന് സംഭവിക്കുന്ന ഒരു ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഒന്നും ഇവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. നമ്മൾ അത്രയും എന്താ പറയുക നിസ്സഹായതയിലാണ് ഇന്നത്തെ, എനിക്ക് തോന്നുന്നു ഒരുതരം നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ AR റഹ്മാൻ ഒരു പരാമർശം നടത്തിയിട്ട് അദ്ദേഹത്തിന് തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഇടേണ്ടി വരികയാണ്. ഞാൻ എത്രത്തോളം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയ അവസ്ഥ വരികയാണ്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഒരു 10-20 വർഷം മുമ്പ് അയാളുടെ ഒരു അഭിപ്രായം മാത്രമായിരിക്കും അത്. ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇപ്പം നബിദിനത്തിന് റാലി പോകുന്ന സമയത്ത് നാരങ്ങ വെള്ളം കൊടുക്കുന്നതും പിന്നെ ഉത്സവത്തിന് പിന്നെ ലഡു വിതരണം ചെയ്യുന്നതും അല്ലെങ്കിൽ ഈത്തപ്പഴം വിതരണം ചെയ്യുന്നതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ മതസൗഹാർദ്ദം. ഞാൻ പറഞ്ഞാൽ നമ്മളത് നമ്മൾ ഇത്ര പൊലിപ്പിച്ച് കാണിക്കേണ്ടി വരുന്നു. അതിലും നമുക്ക് രണ്ടഭിപ്രായമാണ് പറയാം. കാരണം ഈ കാലഘട്ടത്തിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കാണിക്കലും കാട്ടിക്കൂട്ടലുകളാണല്ലോ. അതുകൊണ്ട് ഇനി നമ്മളിങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ആൾക്കാരെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കാൻ ചിലപ്പോൾ അത് സഹായമായേക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞത് നമ്മളിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാർ ഒരു ഹിന്ദുവും അതിപ്പോൾ ചില റീലുകൾ നമ്മൾ നേരത്തെ റീലുകൾ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്ന ചില റീൽ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ചില സാധനം ഇങ്ങനെ കറങ്ങി നിന്നിട്ടൊക്കെ ഇങ്ങനെ കുരിശൊക്കെ വരക്കുന്ന ഒരാൾ. അപ്പൊ അയാൾക്കെതിരെ മൂല എന്ന് പറഞ്ഞ പാട്ട് പോകുമ്പോഴേക്കും തടഞ്ഞു പോയി മുട്ടയിറക്കെ തടയുന്ന സംരക്ഷിക്കുന്ന അയാളെ
അയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വഴിയൊരുക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ അയാൾക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പ്രഹസനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയതാണ് നമ്മൾ ഇത് ഈ സെൻസർ ബോർഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവാർഡുകളുടെ കാര്യം പരാമർശിക്കാണ്ട് പോകാൻ പറ്റില്ല. നാഷണൽ അവാർഡിനെതിരെയും ഒരുപാട് വിമർശനങ്ങൾ ഇത്തരത്തില്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് സിനിമാക്കാര് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇനി എക്സിസ്റ്റ് ചെയ്യുന്നൊരു കംപ്ലീറ്റ് ആർട്ട് ഫോം സിനിമ. മറ്റ് ആർട്ട് ഫോമുകൾക്കൊക്കെ അതിന്റെ ഒരു വീര്യം ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോഴും സിനിമയുടെ വീര്യം മാത്രമാണ് ഇങ്ങനെ കൂടി ഇരിക്കുന്നത്. എല്ലാ ഏത് ഭാഷകളിലാണെങ്കിലും സിനിമ എപ്പോഴും അങ്ങനെ തന്നെ അതിന്റെ ഫ്രഷ്നെസ് വിടാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമകളെയൊക്കെ ലോകം ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം സിനിമാ പ്രവർത്തകർ കുറച്ചുകൂടെ വോക്കലാവണ്ടേ, ലൈക്ക് പ്രതികരിക്കുന്ന കാര്യം. ഈ ആർട്ടാണോ സിനിമ എന്ന്, ഇപ്പോഴത്തെ സിനിമ ആർട്ടാണോ എന്ന് ചോദിച്ചാൽ തന്നെ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. ഇത് ശരിക്കും ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് ഇപ്പം എനിക്കൊരു നമ്മളൊരു സാധനം എല്ലാവരും കൂടിയിട്ട് ഒരു 5, 10, 15, 20 കോടിക്ക് ഒരു സാധനം ഉണ്ടാക്കുന്നു, അത് വിൽക്കുന്നു. ശരിക്കും ഒരു വിൽപ്പന ചരക്ക് മാത്രമായിട്ട് നമ്മൾ ആർട്ട് ഫോം സിനിമ മാറും. ആർട്ടാണോ എന്ന് ചോദിച്ചാൽ വാക്കർത്ഥത്തിൽ ആർട്ടൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നല്ല ആർട്ട് സിനിമകൾ അല്ലെങ്കിൽ ആർട്ടുള്ള സിനിമകൾ വരുന്ന കാലഘട്ടം കൂടിയാണ്. ഞാൻ പറഞ്ഞു, മറിച്ച് അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, അതിനെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാ സിനിമാക്കാരും നോക്കുന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ പോസ്റ്റ് കോവിഡിൽ മമ്മൂക്കയുടെ ഒരു സിനിമാഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക്, അത് കഴിഞ്ഞിട്ട് ഭീഷ്മ, അത് കഴിഞ്ഞ് കണ്ണൂർ സ്കോഡ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ ജിയോ ബേബി പടം കാതല്, ഞാൻ പറഞ്ഞ ഭ്രമയുഗത്തിൽ നിന്ന് കളങ്കാവൽ, ഞാൻ പറഞ്ഞത് നമ്മളെ ഭ്രമിപ്പിക്കുന്ന, നമ്മളെ ഞെട്ടിക്കുന്ന ഗ്രാഫാണ്. അപ്പോൾ അപ്പുറത്ത് ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് നടന്മാരൊക്കെ ആണെങ്കിലും അങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാനും, പക്ഷേ നമ്മളതിൽ നമ്മളെ ഐക്കണായിട്ട് നമ്മളെ ഭാഷാപരമായിട്ടൊക്കെയും വ്യത്യസ്തത പുലർത്തുന്ന അഭിനയത്തിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും കൊണ്ടൊക്കെ മമ്മൂക്കനെ നമ്മളിങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെയും ഞാൻ പറയുന്നത് ഈ സിനിമ, ഇപ്പം നമ്മൾ ചെയ്യുന്ന സിനിമകളൊക്കെ എങ്ങനെ സിനിമകൾ ഉണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്ത് തന്നെ സിനിമ എപ്പോഴും ഒരു വലിയ, ഇപ്പം എനിക്കോ പിന്നെ നിനക്കൊരു പുസ്തകം എഴുതണ അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. നമ്മുടെ മനസ്സും സമയവും ഒരു പേനയുടെ മഷിയും കുറച്ച് പേപ്പേഴ്സേ ആവശ്യമുള്ളൂ. അതാണ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ല? ഈ സിനിമകൾക്കെല്ലാം കാതലായിട്ടുള്ളത് പേനയും മഷിയും പേപ്പറാണല്ലോ. പക്ഷെ സിനിമക്ക് അതുപോലെ, സിനിമക്ക് വലിയൊരു ബാക്കപ്പ് മണി എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു സാധനമാണ്. നാടകത്തിന് പോലും ചിലപ്പോൾ അത് വേണമെന്നില്ല, നമുക്കൊരു തട്ടിക്കയറിയിട്ട് നമുക്ക്. പക്ഷെ സിനിമ ചെയ്യണമെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റിനെ പിടിച്ചു നിർത്തിയിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സേഫാക്കി നിർത്തണമെങ്കിൽ അതിനെ ആ ഇൻവെസ്റ്റ്മെന്റിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തിലെങ്കിലും അതിനെ നമ്മൾ വിൽക്കണം എന്നുള്ളതാണ്. ഈ വിൽപ്പനയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ എല്ലാ കോംപ്രമൈസുകളും ചിലപ്പോൾ നമുക്ക് നടത്തേണ്ടി വരുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ വേറെ ഉത്തരത്തിലേക്കാണ് വരുന്നതെങ്കിലും ഞാൻ അതിലേക്ക് വരാം. ഈ വിൽപ്പന നടത്തേണ്ടി വരുന്നിടത്താണ് ഒരു സിനിമാക്കാരന് പലതും ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കേണ്ടിയും വരുന്നത്. ഇപ്പം സെൻസർ ബോർഡിനകത്ത് പോയിട്ട് നിങ്ങളിപ്പോൾ വേണ്ട, ഞാൻ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നില്ല, ഞങ്ങളിത് പിന്നെ കവലയിൽ സ്ക്രീൻ കെട്ടി പ്രൊജക്ടറിൽ കാണിച്ചോളാം എന്ന് വേണമെങ്കിൽ ഒരു സിനിമാക്കാരന് പറയാം. പക്ഷെ ആ പറയലോട് കൂടിയിട്ട് അയാൾ അവിടെ അസ്തമിച്ചു, അയാളുടെ സിനിമാക്കാരൻ അസ്തമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ കളക്റ്റീവ്ലി ഇവിടെ ഇപ്പോൾ ഫെഫ്കയൊക്കെ ഒരു സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ അത്രയും ഫാസിസ്റ്റ് മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഭരിക്കപ്പെടുന്ന, ഞാൻ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ സ്വഭാവത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടേതല്ലാത്തത് എന്ന് അവർക്ക് തോന്നുന്നത് ഒന്നിനോടും അവർക്ക് യാതൊരു രീതിയിലുള്ള, ഞാൻ ഇപ്പം ഇങ്ങനെ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു സാധനം ഷെയർ ചെയ്തു, അമർത്യ സെന്നിന് ഇവിടെ എന്തില്ല വോട്ടർ ലിസ്റ്റിൽ പേരില്ലാണ്. മൂപ്പര് അച്ഛൻ്റെ അമ്മ. ആരാണ് അമർത്യ സെൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ചിരി വരിക. അത് ചിരിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഭീതിയോടുകൂടി ചിരിക്കേണ്ട ഒരു ചിരിയായിരിക്കും അത്. കാരണം അങ്ങനെ ഒരാൾക്ക് പോലും സ്ഥാനമില്ലാത്ത ഇന്ത്യ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് അമർത്യാസിന്റെ കാര്യം ഞാൻ അറിയുന്നത്. ഇങ്ങനെ അപ്പോൾ തോമസ് ഐസക് തോമസ് ആയിരുന്നു 2002. അപ്പോൾ ഇത് രണ്ടും ഞാനാണെന്ന് ഇനി മൂപ്പര് സ്വയം ഒരാളുടെ മുമ്പിൽ പോയിരുന്നിട്ട് പറയണം. ആര് ഒരു പ്രവിശ്യയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ മിനിസ്റ്റർ ആയിരുന്ന ഒരാള്. അപ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം ഞാൻ പറഞ്ഞത് 2002 ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. 2002 എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തോമസ് ഐസക്കിനും അമർത്യ സെൻ, എന്തിനധികം നമ്മുടെ ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഇവിടെ വന്നിട്ട് ഒരു വില്ലേജ് ഓഫീസിൽ 2002 അന്ന് അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് അയാൾക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരികയാണ്. അപ്പോൾ ഒരു BLOന്റെ അടുത്ത് നമ്മൾ പറയുകയാണ്, ഞാൻ എന്തിനാണ്, നിങ്ങളോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇവിടെ വന്നു എന്ന്. അതൊരു തരം എക്സ്ക്യൂസ് ആണ്. കാരണം അത് ആൾക്കാർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ കരുതിക്കൂട്ടി ചെയ്യുന്ന പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇവിടെ ഇങ്ങനെ എല്ലാവരെയും സെൻസർ ചെയ്യാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസറിങ് എന്ന് പറയുന്നത് പൗരത്വത്തിൽ തന്നെ സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് സിനിമയിൽ സെൻസറിങ് നടക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതങ്ങളല്ല. നമ്മുടെ ഭക്ഷണങ്ങളിൽ സെൻസറാണ്, നമ്മുടെ വസ്ത്രത്തിൽ സെൻസറാണ്, നമ്മുടെ ആരാധനാലയങ്ങളിൽ സെൻസറാണ്. ഇങ്ങനെ ആകപ്പാടൊരു സെൻസർ ഇന്ത്യയിലാണ് നമ്മളിന്ന്
ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ നമ്മൾ കേരളത്തിലായതുകൊണ്ടും ഈ ഒരു സൗത്തിലായതുകൊണ്ടും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ശ്വസിക്കാനും ജീവിക്കാനും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തോന്നിപ്പിക്കുന്നു എന്നുള്ളതെങ്കിലും നമുക്കൊരു ആശ്വാസമാണ്. അങ്ങോട്ടൊക്കെ പോയാൽ ഭയങ്കര ദയനീയമായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ കാണുന്നത്. ഇങ്ങോട്ട് വരട്ടെ. എന്തായാലും നമുക്കിപ്പം സെഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. ഇപ്പം നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു 10-15 മിനിറ്റിൽ നല്ല രാഷ്ട്രീയം സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ നല്ല രാഷ്ട്രീയം സംസാരിക്കണം, കാരണം കലാകാരന്മാർക്കേ അതിന് സാധിക്കുകയുള്ളൂ. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു സിനിമയിൽ പ്രത്യേകിച്ചുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഒരു സംവിധായകനാണെങ്കിലും നടനാണെങ്കിലും അയാൾ നന്നായി അഭിനയിക്കുന്നുള്ളത് കൊണ്ട് മാത്രമേ അയാൾ ഒരു കലാകാരനാവില്ല. ഹി മൈറ്റ് ബി എ വെരി ട്രെയിൻഡ് ആർട്ടിസ്റ്റ്, മേ ബി ഹി ഈസ് എ ട്രെയിൻഡ് ആക്ടർ, ഒരു ട്രെയിൻഡ് ഡയറക്ടർ, ബട്ട് വെൻ ഹി രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അയാൾ നല്ലൊരു കലാകാരനായി മാറുന്നു. അപ്പോൾ ആമിർ പള്ളിക്കലിൻ്റെ ഒരുപാട് നല്ല സിനിമകൾ ഇനിയും വരട്ടെ. അപ്പോൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രേംപാറ്റയെക്കുറിച്ചൊരു എക്സ്ക്ലൂസീവ് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഞങ്ങൾ മാഡിസ്മൻ ഡിജിറ്റലിനൊരു ഇൻഫർമേഷൻ തരാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ സിനിമയാണ് പ്രേംപാറ്റ, ഒരു പ്രേംപാറ്റകളുടെ സിനിമയാണ്. പക്ഷെ അപ്പോഴും ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ജോമോൻ ജ്യോതിറാണ്. അപ്പോൾ ജോമോൻ ജ്യോതിർ നമ്മൾ വാഴയിലും വ്യസന സമേതത്തിലും ഫാലിമിയിലും കുറേ സിനിമകളിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ജോമോൻ ജ്യോതിറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ജോമോൻ ജ്യോതിറിനെ നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഔട്ട് ഓഫ് ബോക്സ് ആണ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു തത്തയും കൊണ്ട് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബഹളത്തിലുള്ള ജോമോൻ ജ്യോതിർ എന്നുള്ളതിനപ്പുറത്ത് ഒരു നെവർ ബിഫോർ ജോമോൻ ജ്യോതിർ അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസിങ് ജോമോൻ ജ്യോതിർ എന്ന രീതിയിലാണ്, അങ്ങനെയാണ് പ്രതീക്ഷിക്കാന്നല്ല, അങ്ങനെ ആയിരിക്കും ഈ സിനിമയിൽ ജോമോൻ ജ്യോതിർ ഉണ്ടാവുക. ജോമോൻ ജ്യോതിർ എന്ന് പറയുന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കൊടുക്കാൻ പറ്റണം. അതാണ് പ്രേംപാറ്റ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും വരുമ്പോ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.